ഹായ്, ശരത്താണ്. ഈ വീഡിയോയിൽ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചൊരു വീഡിയോ ഉണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന കമ്പനികളുടെ ഗ്രോത്തും അതേപോലെ തന്നെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റും തമ്മിൽ കണക്റ്റഡ് ആയി കിടക്കുന്നു എന്നുള്ളൊരു കാര്യം. സോ അതിനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വീഡിയോ തന്നെയാണ്. ഈ വീഡിയോയിൽ ഞാനൊരു 2-3 സ്റ്റോക്കുകൾ എക്സാമ്പിളായിട്ട് കാണിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് സ്ക്രീനറിൽ നമുക്ക് ആ കാര്യങ്ങൾ ഷെയർ ചെയ്യാം. സ്ക്രീനറിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതിൻ്റെ കൂടെ തന്നെ അവരുടെ ചാർട്ടിലെ പെർഫോമൻസ് നമുക്ക് നോക്കാൻ പറ്റും. വെറുതെ നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞാൽ മാത്രം പോലെ ഞാനതൊരു എക്സാമ്പിളായിട്ടാണ് ഒരു 3-4 സ്റ്റോക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ ആയിട്ട് എടുക്കരുത്. ഞാൻ നേരത്തെ നടന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. സോ അതിനെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ഈ സ്റ്റോക്കിൻ്റെ സെയിൽസിൽ ഗ്രോത്ത് വരുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ അല്ലെങ്കിൽ ചാർട്ടിൽ എന്തൊക്കെ മൂവ്മെൻ്റ് ആണ് വരാൻ സാധ്യത, അല്ലെങ്കിൽ ഈ രണ്ട് കാര്യങ്ങൾ തമ്മിൽ കോറിലേറ്റഡ് ആണ്, അത് തമ്മിൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ റിയലൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ ഗ്രോത്ത് എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമ്മുടെ മനസ്സിൽ അത് നമുക്കത് ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. പിന്നെ ഈ രീതിയിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ സ്റ്റോക്കുകൾ നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കാൻ പറ്റും, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറ്റും അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യം, ഇപ്പോൾ ഈ ഗ്രോത്ത് എന്ന് പറയുന്ന ഒരു കാര്യം അത് ഒറ്റയ്ക്കല്ല നമ്മൾ എടുക്കേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ പല കാര്യങ്ങളും നോക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ പ്രോഫിറ്റിൽ ഗ്രോത്ത് വരുന്നുണ്ടോ, ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടുന്നുണ്ടോ, മാർജിൻസ് ഇമ്പ്രൂവ് ആവുന്നുണ്ടോ, ഫ്യൂച്ചറിലേക്ക് പ്രത്യേകിച്ച് അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. മാനേജ്മെൻറ്റ് കമൻട്രി കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഫ്യൂച്ചറിലേക്ക് എന്തൊക്കെ പെർഫോമൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാമെന്നുള്ളൊരു കാര്യം. അതുകൊണ്ട് തന്നെ നിങ്ങൾ നമ്മൾ ട്രേഡ് ചെയ്യുമ്പോഴത്തേന് വരുന്ന പോലെ ഏതെങ്കിലും ഒരു ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് ഈ ഒരു ഇൻഡിക്കേറ്റർ മാത്രം മതി നമുക്ക് ലൈഫിൽ രക്ഷപ്പെടാനായിട്ട്, അല്ലെങ്കിൽ ഈ സ്റ്റോക്കിൽ ട്രേഡ് ചെയ്യാനായിട്ട് ഇനി വേറൊരു ഇൻഡിക്കേറ്റേഴ്സും വേണ്ട എന്നൊക്കെ പറയുന്ന രീതിയുണ്ടല്ലോ. ആ ഒരു കാര്യമല്ലത്. ഈ പറയുന്ന ഗ്രോത്ത് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. പക്ഷേ അത് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ഇതിൻ്റെ ബാക്കിയുള്ള എല്ലാ പാരാമീറ്റേഴ്സും ഇമ്പ്രൂവ് ആവേണ്ടതായിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ ഗ്രോത്ത് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ഫാക്ടറാണ്. അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കമൻട്രി, ഫ്യൂച്ചറിലേക്കുള്ള സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളൊരു എക്സ്പെക്ടേഷൻ, ഈ കാര്യങ്ങളൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകളുടെ ഗ്രോത്ത് എങ്ങനെയാണെന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തേണ്ടതായിട്ടുണ്ട്. ഫ്യൂച്ചറിൽ നല്ല ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ആ ഒരു സെക്ടറിലെ ലീഡിംഗ് പെർഫോമറായിട്ട് ഈ സ്റ്റോക്ക് പെർഫോം ചെയ്യും എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഉറപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോക്കുകൾ എക്സാമ്പിളായിട്ട് കാണിക്കുന്നത്. ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് കാണിക്കുക ഈ പറയുന്ന കാര്യങ്ങളൊക്കെ. അവിടെ തന്നെ നമ്മളിപ്പോൾ കൃത്യമായിട്ട് സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്തുകൊണ്ടാണ് ഈ ഒരു സ്റ്റോക്കിലൊക്കെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ ആ ഒരു സമയത്ത് കുറയുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്കത് മനസ്സിലാവും. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. 2-3 സ്റ്റോക്കുകളിലെങ്കിലും ഈ പറഞ്ഞ പെർഫോമൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് സ്റ്റോക്കുകളെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഞാൻ എന്തായാലും സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ അതിൽ സംസാരിക്കാം. ആദ്യം നമുക്ക് PGEL നോക്കാം. PG ഇലക്ട്രോപ്ലാസ്റ്റ്. ഇവർ AC ഒക്കെയാണ് മെയിനായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഇവരുടെ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു 5 വർഷത്തെ ചാർട്ട് എടുത്ത് നോക്കുന്ന സമയത്ത് പ്രൈസിൽ മൂവ്മെൻറ്റ് വന്നിരിക്കുന്ന ഒരു ഏരിയ നോക്കിയാൽ നമുക്ക് ഈ ഒരു സമയത്ത് നിന്നും, അതായത് ഈ ഒരു 160, 150, 160 ആ ഒരു ഏരിയയിൽ നിന്ന് 160 രൂപയെന്നൊക്കെ ഏകദേശം 1000-നടുത്തേക്ക് സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട് പ്രൈസിൽ. അതെന്ന് പറയുന്നത് 2024 മാർച്ച് തൊട്ടിട്ട് അതിനുശേഷം 2025 ഏകദേശം ജനുവരി, ഫെബ്രുവരി ആ ഒരു മാർച്ച് വരെ ആ ഒരു 1 ഇയറിലാണ് ഏകദേശം 160 രൂപ റേഞ്ചിൽ കിടന്നിരുന്ന സ്റ്റോക്ക് 1000 രൂപയിലേക്കൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്. സോ അവിടെ നമ്മൾ ഇനിയിപ്പോൾ അവരുടെ റിസൾട്ട് നോക്കിയാൽ അവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അവിടെ ഗ്രോത്ത് നോക്കാൻ പറ്റും. സെയിൽസിന് ഇവിടെ എക്സ്പാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നോക്കുമ്പോഴത്തേന് ഏകദേശം 56% 2022 FY22 അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ. അതിനുശേഷം അത് 96%. അതിനുശേഷം അത് 27% കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അവരുടെ സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞിരുന്നു 2024 ആവുന്ന സമയത്ത്. FY24 കാര്യമാണ് ഈ പറയുന്നത്. അതിനുശേഷം FY25 ആകുമ്പോൾ 2025 മാർച്ച് ആകുമ്പോൾ ആ ഒരു 1 ഇയറിൽ FY25 അവർ ഏകദേശം 77% അവരുടെ സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സെയിം ടൈമിൽ നമ്മൾ പ്രോഫിറ്റിൽ നോക്കിയാലും പ്രോഫിറ്റിൽ അവർക്ക് കൃത്യമായിട്ടുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രോഫിറ്റ് ഗ്രോത്ത് നോക്കുന്ന സമയത്ത് 113% ഗ്രോത്താണ് പ്രോഫിറ്റിൽ വന്നിരിക്കുന്നത്. 77% സെയിൽസ് ഗ്രോത്തും അതേപോലെ തന്നെ 113% പ്രോഫിറ്റ് ഗ്രോത്തും അവിടെ വന്നിട്ടുണ്ട്. ആ ഒരു വർഷത്തിൽ നോക്കുന്ന സമയത്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ സ്റ്റോക്കിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളിപ്പോൾ എൻ്റെ ക്വാർട്ടർലി റിസൾട്ടുകൾ നോക്കുന്ന സമയത്ത്, അതായത് FY24 നിന്ന് 25 അവിടെ വരുന്ന സമയത്ത് FY24 എൻഡ് എന്ന് പറയുമ്പോൾ ഇതാണ് FY24 എൻഡ് എന്ന് പറയുന്നത്. ആ ഒരു സമയത്ത് നോക്കിയാൽ അതിന് മുമ്പ് നോക്കുന്ന സമയത്ത് 61% അതിന് മുമ്പിലത്തെ മാർച്ചിൽ അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെ നിന്ന് 26% കുറഞ്ഞു, 37%, 15% ആ ഒരു രീതിയിൽ സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുശേഷം മാർച്ച് 24 അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറയുന്നത് 30% കുറഞ്ഞിട്ടുണ്ട്. അപ്പം സീക്വൻഷ്യലായിട്ട് സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞു വരുന്നതായിട്ട് കാണാൻ പറ്റും നമുക്ക്. അതുകൊണ്ട് തന്നെയാണ് ആ ഒരു ഫുൾ ഇയറിൽ നോക്കുന്ന സമയത്ത് അവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 27% കുറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം വരുന്ന ക്വാർട്ടറുകൾ നോക്കിയാൽ ജൂണിൽ നോക്കിയാൽ 94% ഗ്രോത്ത് ഉണ്ട്. അടുത്ത ക്വാർട്ടർ സെപ്റ്റംബർ Q2 നോക്കിയാൽ 45% ഗ്രോത്ത് ഉണ്ട്. അതുപോലെ തന്നെ ഡിസംബറിൽ നോക്കുമ്പോൾ 81%. അതുപോലെ ആ ഒരു ഇയർ എൻഡ് ചെയ്യുന്നത് ഏകദേശം 77% ഗ്രോത്താണ് ആ ഒരു ക്വാർട്ടറിൽ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഫുൾ ഇയറിൽ നോക്കുന്ന സമയത്ത് ഏകദേശം 77% ഗ്രോത്താണ് ആ ഒരു സ്റ്റോക്കിൽ വന്നിട്ടുള്ളത്.
ഇവിടെ തന്നെ നമ്മൾ നോക്കുമ്പോൾ ആദ്യം ഒരു ജൂൺ ക്വാർട്ടറിൽ Q1 95% ഗ്രോ ചെയ്തു. അതിനുശേഷം സെപ്റ്റംബറിൽ 45% കുറഞ്ഞു പോയില്ലേ നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ നമ്മൾ ക്വാർട്ടർ ഓൺ ക്വാർട്ടർ അല്ല നോക്കേണ്ടത്, നമ്മൾ ഇയർ ഓൺ ഇയർ ആണ് നോക്കേണ്ടത്. അപ്പോൾ കഴിഞ്ഞ ജൂണിൽ നിന്ന് ഈ ജൂണിലേക്ക് വരുമ്പോൾ 94% അവർക്ക് ഗ്രോത്ത് വന്നിരുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കമ്പനി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല AC ഒക്കെയാണ് കൂടുതലായിട്ട് മാനുഫാക്ചർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഏറ്റവും നല്ല ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ Q1 എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ക്വാർട്ടറാണ്. കാരണം ഈ പറഞ്ഞ ഏപ്രിൽ മെയ് ജൂൺ എന്നൊക്കെ പറഞ്ഞ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സമ്മർ കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ ഇവർക്ക് ഏറ്റവും കൂടുതൽ സെയിൽസ് കാര്യങ്ങൾ നടക്കുന്ന ഒരു ക്വാർട്ടറാണ് Q1. അതുപോലെ തന്നെ ഈ പറഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിലൊക്കെ കൂടുതലായിട്ട് സെല്ല് ചെയ്യാനായിട്ട് AC സെല്ല് ചെയ്യാനായിട്ട് ഈ പറഞ്ഞ AC സെല്ല് ചെയ്യുന്ന കമ്പനികളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ AC മാനുഫാക്ചറിങ് കമ്പനികൾ ഇതെന്ന് വെച്ചാൽ ഇവർ സ്വന്തം ബ്രാൻഡ് നെയിമിലല്ല ഇവർ മെയിനായിട്ട് പ്രൊഡക്റ്റുകൾ സെല്ല് ചെയ്യുന്നത്. ഇവർ വേറെ ബ്രാൻഡുകൾക്ക് വേണ്ടി ഇവർ AC മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബ്ലൂ സ്റ്റാറിനോ വോൾട്ടാസിനോ ഒക്കെ വേണ്ടിയിട്ട് AC മാനുഫാക്ചർ ചെയ്താണ് ഇവർ കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് മെയിനായിട്ട് ഓർഡേഴ്സ് വരുന്ന ആ കമ്പനികളിൽ നിന്നാണ്. അപ്പോൾ അവർ നേരത്തെ ഓർഡർ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ Q4 ഇവർക്ക് കൂടുതലായിട്ട് സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങൾ കാണിക്കും. കാരണം ഏപ്രിൽ മെയ് ജൂണിലൊക്കെ ആയിട്ട് ഇവർക്ക് ബാക്കിയുള്ള കമ്പനികൾ ഇപ്പോൾ വോൾട്ടാസിനൊക്കെ കൂടുതൽ AC സെല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവർ അതിനു മുമ്പ് ഇവർക്ക് PGELന് ഓർഡർ കൊടുത്ത് അവർ ആ AC മാനുഫാക്ചർ ചെയ്ത് കൊടുത്താലല്ലേ ഇവർക്ക് ഈ പറഞ്ഞ പോലെ ഏപ്രിൽ മെയിലൊക്കെ സെല് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ Q4ഉം Q1ഉം ആണ് ഇവരുടെ ഏറ്റവും നല്ല ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. Q4 എന്ന് പറയുമ്പോഴത്തേന് ജനുവരി ഫെബ്രുവരി മാർച്ച്, Q1 എന്ന് പറയുന്നത് ഏപ്രിൽ മെയ് ജൂൺ. അപ്പോൾ ഈ 2 ക്വാർട്ടറുകളാണ് ഏറ്റവും നല്ല ക്വാർട്ടേഴ്സ്. അതിനുശേഷം വരുന്ന ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മുടെ ഫെസ്റ്റിവൽ സീസൺ വരുന്ന ക്വാർട്ടർ, അതായത് Q3, ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറയുന്ന ക്വാർട്ടർ Q3 അതായിരിക്കും. അത് കഴിഞ്ഞുള്ള ക്വാർട്ടർ ഏറ്റവും മോശം ക്വാർട്ടർ എന്ന് പറഞ്ഞാൽ ഇവരുടെ Q2 എന്ന് പറയുന്നത്, അതായത് ഇന്ത്യയിൽ ഏറ്റവും മഴയുള്ള സമയം ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ എന്ന് പറയുന്ന ഒരു സമയം, ആ ഒരു സമയമായിരിക്കും അവർക്ക് ഏറ്റവും മോശം ക്വാർട്ടർ. അതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റോക്കുകളൊക്കെ നോക്കുന്ന സമയത്ത് നമ്മൾ ഇയർ ഓൺ ഇയർ തന്നെ കൃത്യമായിട്ട് കമ്പയർ ചെയ്യണം. അതുകൊണ്ട് തന്നെ ഇവർ ഏറ്റവും നല്ല ക്വാർട്ടറിൽ അവർക്ക് ഏകദേശം 94-95% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അവർ ഏറ്റവും മോശം ക്വാർട്ടറിൽ പോലും അവർക്ക് ആ ഒരു വർഷം ഏകദേശം 45% ഗ്രോത്താണ്, 45-46% ഗ്രോത്താണ് വന്നിരിക്കുന്നത്. ആ ഒരു സമയത്തും ഇവർക്ക് ഈ പറഞ്ഞ പോലെ പ്രോഫിറ്റിലും നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരുന്ന കാണാൻ പറ്റും. 50% മുകളിൽ പ്രോഫിറ്റിലും ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പം അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് പറഞ്ഞാൽ മോശമായിട്ടുള്ള ക്വാർട്ടറിലും കിട്ടുന്നുണ്ട്. അതിനടുത്ത ക്വാർട്ടർ ഡിസംബർ ക്വാർട്ടർ നോക്കുമ്പോൾ അവിടെ ഏകദേശം 82% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും ഈ പറയുന്ന സെയിം ഗ്രോത്ത് നമുക്ക് അവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. ഏകദേശം 100% അടുത്ത് ഗ്രോത്ത് പ്രോഫിറ്റിലും വന്നിട്ടുണ്ട്. അതേപോലെ നമ്മൾ ലാസ്റ്റ് ക്വാർട്ടർ Q4 നോക്കുമ്പോൾ ഏകദേശം 77-78% ഗ്രോത്ത് Q4 വന്നിട്ടുണ്ട്. അതുപോലെ പ്രോഫിറ്റിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഏകദേശം 100%ഓളം ഗ്രോത്ത്, 100% മുകളിൽ ഗ്രോത്ത് പ്രോഫിറ്റിലും വന്നിട്ടുണ്ട്. ആ ഒരു റിസൾട്ട് നമുക്ക് കൃത്യമായിട്ട് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നോക്കുന്ന സമയത്ത് അതിന് മുമ്പിലത്തെ മാർച്ചിൽ, അതായത് നമ്മൾ നേരത്തെ സംസാരിച്ച ഈ ഒരു ക്വാർട്ടറിൽ മാർച്ചിൻ്റെ റിസൾട്ട് 30% ഗ്രോത്ത് വന്ന ക്വാർട്ടറിൻ്റെ സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഏകദേശം 160-170 രൂപയിൽ കിടന്നിരുന്ന സ്റ്റോക്കാണ്. അതിനുശേഷം ഈ പറഞ്ഞ മാർച്ചിലെ റിസൾട്ട് വരുമ്പോഴും മാനേജ്മെൻറ്റ് കമൻട്രി കേൾക്കുമ്പോഴൊക്കെ നമുക്ക് അടുത്തൊരു വർഷത്തേക്കുള്ള എക്സ്പെക്ടേഷനും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. മാനേജ്മെൻറ്റ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി എടുക്കാനായിട്ട് പറ്റും. സോ അടുത്തൊരു വർഷത്തേക്ക് മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്ന് നല്ലൊരു ഗൈഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അവിടെ നിന്ന് തന്നെ മൂവ്മെൻറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മാർക്കറ്റും കൂടെ ആ ഒരു രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ, നല്ലൊരു ബുൾ മാർക്കറ്റ് കാര്യങ്ങളൊക്കെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ നമുക്ക് അത് എക്സാക്റ്റ് ആ ഒരു മൊമെൻറ്റിൽ തന്നെ സ്റ്റോക്കിൽ മൂവ്മെൻ്റ് ഒക്കെ വരുന്നതായിട്ട് ഭൂരിഭാഗം സ്റ്റോക്കുകളിലെ കാര്യമാണ് പറയുന്നത്. എല്ലാ സ്റ്റോക്കുകളിലും ഇങ്ങനെയാണ് നടക്കുമെന്നുള്ള കാര്യമല്ലത്. അതിനുശേഷം ഓരോ ക്വാർട്ടറിൽ റിസൾട്ടുകൾ വരുന്ന സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ല മൂവ്മെൻറ്റ് വരുന്ന കാണാൻ പറ്റും. ഈ ഒരു സമയമാകുമ്പോഴത്തേന് അവരുടെ Q1 റിസൾട്ട് കാര്യങ്ങൾ വരുന്നുണ്ട്. Q1 റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ ഏകദേശം 160-170 നിന്ന് സ്റ്റോക്ക് എന്ന് പറയുന്നത് ഏകദേശം അവിടെ നിന്ന് ഡബിൾ ആയിട്ടുണ്ട്. Q1 റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ Q1 എന്ന് പറഞ്ഞാൽ അവരുടെ ഏറ്റവും നല്ല ക്വാർട്ടറാണ്. സോ ആ ഒരു ക്വാർട്ടറിൽ നമ്മൾ നേരത്തെ നോക്കുകയാണ് ഏകദേശം 80% മുകളിൽ മറ്റായിരുന്നു അവർക്ക് ഗ്രോത്ത് കാണിച്ചിരുന്നത്. അതിനുശേഷം Q2 റിസൾട്ട് വരുമ്പോൾ മുകളിലേക്ക് പോകുന്നു. Q3 റിസൾട്ട് വരുന്നതിന് മുമ്പായിട്ട് തന്നെ സ്റ്റോക്ക് ഏകദേശം 1000 രൂപ എന്നുള്ള ഒരു റേഞ്ചിലേക്കൊക്കെ തന്നെ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട്. അതിനുശേഷം Q4 റിസൾട്ട് വരുന്ന സമയത്തും ഏകദേശം 800-900 രൂപ റേഞ്ചിലാണ് സ്റ്റോക്കിൻ്റെ പ്രൈസ് ഉള്ളത്. അത് നോക്കിയാൽ ഏകദേശം 5-6 ഇരട്ടിയായിട്ട് നമ്മുടെ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിൻ്റെ റിട്ടേൺ സ്റ്റോക്ക് ജനറേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. സോ ആ ഒരു രീതിയിൽ അവിടെ സ്റ്റോക്കിൽ മൂവ്മെൻറ്റ് വരാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അവരുടെ പെർഫോമൻസ് കൂടിയോണ്ട് തന്നെയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ അതിൻ്റെ അടുത്ത വർഷങ്ങളിലെ പെർഫോമൻസ് നോക്കിയാൽ നെക്സ്റ്റ് ഇയറിൽ 77% നിന്ന് കഴിഞ്ഞ വർഷത്തിലേക്ക് FY26 നോക്കുമ്പോൾ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 8%-8.5% കുറഞ്ഞു പോയിട്ടുണ്ട്. അത് കാണുന്നത് നമുക്കിവിടെ നോക്കിയാൽ അവരുടെ ഏറ്റവും ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ മാർച്ച് ക്വാർട്ടറിൻ്റെ കാര്യം വരെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിനുശേഷമുള്ള ജൂൺ ക്വാർട്ടർ ഞാൻ നേരത്തെ പറഞ്ഞു, ജൂണാണ് അവരുടെ ഒരു നല്ല ക്വാർട്ടർ എന്ന് പറഞ്ഞത്. അവിടെ അവർക്ക് സെയിൽസ് ഗ്രോത്ത് വന്നിരിക്കുന്ന 13-14% മാത്രമാണ് ഗ്രോത്ത്. അതിന് മുമ്പിലത്തെ വർഷം നോക്കിയാൽ 95% ഗ്രോത്ത് ഉണ്ടായിരുന്ന ക്വാർട്ടറിൽ 14% ഗ്രോത്ത് കുറഞ്ഞു. അതേപോലെ തന്നെ നമ്മൾ പ്രോഫിറ്റിൽ നോക്കുമ്പോഴും നമുക്കത് കാണാനായിട്ട് പറ്റും. പ്രോഫിറ്റൊക്കെ അവിടെ ഡീ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് പ്രോഫിറ്റിൽ വന്നിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അത്രയും പ്രോഫിറ്റ് പോലും അവർക്ക് ഈ ഒരു വർഷം പുതിയൊരു Q1 അവർക്ക് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ആ ഒരു സമയത്ത്, അതായത് കഴിഞ്ഞ വർഷം ഈ ഒരു മാർച്ചല്ല, അതിന് മുമ്പിലത്തെ മാർച്ച് ഏപ്രിൽ മെയ് എന്നൊക്കെ പറയുന്നത് അത്ര നല്ല രീതിയിലുള്ള സമ്മർ കിട്ടാത്തൊരു വർഷമായിരുന്നു. കാരണം എൽ നീനോ ഒക്കെ കഴിഞ്ഞിട്ട് ലാനീനോ ഒക്കെ ആവുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് മഴ കാര്യങ്ങളൊക്കെ നേരത്തെ കിട്ടുകയും അത് ഇന്ത്യയിൽ മൊത്തത്തിൽ ആ ഒരു രീതിയിൽ നടന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചൂട് അത്രയും കൂടിയിരുന്നില്ല.
അതുകൊണ്ട് ഈ AC ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന എല്ലാ കമ്പനികളും നോക്കിയാലും നമുക്ക് ഈ പറയുന്ന വ്യത്യാസം അവിടെ കാണാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ അവിടെ സെയിൽസിൽ വന്നില്ല. അതേപോലെ തന്നെ ഇവർ ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ നോക്കിയാൽ, കാരണം ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് കൂടുതലായിട്ട് പറഞ്ഞ പോലെ ഇവർക്ക് ആ ഓർഡേഴ്സ് കാര്യങ്ങൾ വരുമെന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ ഇവർ ഇൻവെൻട്രി കാര്യങ്ങളൊക്കെ ഇവർ കീപ്പ് ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർ ഇൻവെൻട്രി ലെവൽസൊക്കെ നല്ല രീതിയിൽ കൂടുകയും ക്യാഷ് ഫ്ലോയുടെ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ പെർഫോമൻസ് വളരെ വീക്കായി. ഈ പറഞ്ഞ ഡിമാൻഡ് വളരെ കുറഞ്ഞുകൊണ്ടാണ് പെർഫോമൻസ് വീക്കായത്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഇൻവെൻട്രിയുടെ പ്രശ്നങ്ങളും ക്യാഷ് ഫ്ലോയിലെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരാനായിട്ട് തുടങ്ങി. സ്റ്റോക്കിൽ പറഞ്ഞ ഗ്രോത്ത് കാര്യങ്ങളൊന്നും വന്നില്ല. അതുകൊണ്ട് തന്നെ അതിന് ശേഷം നോക്കിയാൽ സ്റ്റോക്ക് അവിടെ നിന്ന് സൈഡ് വേസ് ആകുന്നു. അല്ലെങ്കിൽ ഈ Q1 റിസൾട്ട് വരുന്ന സമയത്ത് ഏകദേശം 800 രൂപയോളം ഉണ്ടായിരുന്ന സ്റ്റോക്ക് Q1 റിസൾട്ട് വരുന്ന സമയം കൊണ്ട് തന്നെ ഏകദേശം 500 രൂപയിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് പോയി. അതിന് ശേഷം ഇങ്ങോട്ട് നോക്കിയാൽ അതിനുള്ള അടുത്ത ക്വാർട്ടറുകൾ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും 2% ഡി ഗ്രോത്ത്, 45% ഗ്രോത്ത്, -10%. അപ്പോൾ ഈ ഒരു രീതിയിലാണ് അവരുടെ ഗ്രോത്ത് വന്നിരിക്കുന്നത്. വലിയ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ഈ ഒരു 45% ഗ്രോത്ത് വന്നിരിക്കുന്നത് നമ്മുടെ GST കട്ട് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ആ ഒരു സമയത്ത് മാർക്കറ്റിൽ നല്ല ഡിമാൻഡ് കാര്യങ്ങൾ വന്നിരുന്നു. പക്ഷേ അങ്ങനെ ഡിമാൻഡ് വന്നെങ്കിലും അതിന് പിന്നെ കണ്ടിന്യൂ ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ അടുത്ത ക്വാർട്ടറിൽ വരുമ്പോഴത്തേന് അവർക്ക് സെയിൽസിൽ ഡീ ഗ്രോത്ത് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് നോക്കിയാൽ പിന്നീട് അങ്ങോട്ട് ആ ഒരു റിസൾട്ടിന് ശേഷം അങ്ങോട്ട് സ്റ്റോക്ക് സൈഡ് വേസ് ആയിട്ടാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ ട്രാക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കമൻട്രി കാര്യങ്ങളൊക്കെ കേട്ടതിന് ശേഷം എന്താണ് മാനേജ്മെൻറ്റ് പറയുന്നത്, ഇനിയുള്ള ക്വാർട്ടറുകളിൽ വരുന്ന വർഷങ്ങളിൽ ഏത് രീതിയിലാണ് പെർഫോമൻസ് വരുന്നത്. സോ മാനേജ്മെൻറ്റ് നല്ലൊരു ഗൈഡൻസ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് തരുവാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്കിൽ വീണ്ടും നല്ല പെർഫോമൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഈ ഒരു രീതിയിൽ ഇവിടെ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ നല്ല മൂവ്മെൻറ്റ് വന്നത് എന്താണെന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് നല്ല ഗൈഡൻസ് തരികയും സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആവുകയും ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് സ്റ്റോക്കിൽ ആ ഒരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു മാർക്കറ്റും അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹൈ എന്നൊക്കെ പറയുന്നത് നമ്മുടെ മാർക്കറ്റ് സെപ്റ്റംബർ ഒക്ടോബർ സമയത്ത് പീക്ക് ചെയ്ത അതിന് ശേഷമാണ് ഈ സ്റ്റോക്ക് ഫോളോ ചെയ്യാൻ തന്നെ തുടങ്ങിയത്. സെപ്റ്റംബറിലൊക്കെ ഹൈ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സ്റ്റോക്ക് പിന്നെ മുകളിലേക്ക് തന്നെയാണ് പോയിരുന്നത്. പക്ഷേ അവർ ആ ഒരു ക്വാർട്ടറിൽ നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ പോസ്റ്റ് ചെയ്തു. അതിന് അടുത്ത ക്വാർട്ടർ വരുന്ന സമയത്ത് മോശം റിസൾട്ടായി സ്റ്റോക്കിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ നിൽക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ പാസ്റ്റിലേക്കുള്ള ഡേറ്റ കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇതേ കാര്യങ്ങളൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അത് നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക, ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് നമുക്ക് ആദിത്യ വിഷൻ നോക്കാം. ആദിത്യ വിഷൻ ചെയ്യുന്ന ബിസിനസ് എന്താണെന്ന് നോക്കിയാൽ നമ്മുടെ മൈജിയൊക്കെ പോലത്തെ ഒരു ബിസിനസ്സാണ്. അപ്പോൾ ഇവരും ഈ പറഞ്ഞ പോലെ ഇവരുടെ മജോറിറ്റി ആയിട്ടുള്ള സെയിൽസ് കാര്യങ്ങളൊക്കെ AC റിലേറ്റഡ് ആയിട്ടൊക്കെ തന്നെ AC ഒക്കെ ഇവരുടെ മെയിനായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ആദ്യത്തെ മറ്റേ നമ്മൾ പറഞ്ഞ PGEL എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബാക്കിയുള്ള കമ്പനികൾക്കൊക്കെ വേണ്ടിയിട്ട് AC കാര്യങ്ങളൊക്കെ മാനുഫാക്ചർ ചെയ്ത് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. ഇവരെന്ന് പറയുന്നത് ഈ പറഞ്ഞ അവരങ്ങനെ മാനുഫാക്ചർ ചെയ്യുന്ന ഈ പറഞ്ഞ AC കാര്യങ്ങളൊക്കെ ബ്ലൂ സ്റ്റാറോ അല്ലെങ്കിൽ വോൾട്ടാസോ പോലത്തെ കമ്പനികൾ അവരിൽ നിന്ന് ഇവർ മേടിച്ച് ഇവർ റീറ്റെയിൽ ആയിട്ട് അത് സെല്ല് ചെയ്തുകൊണ്ടിരിക്കുന്ന നമ്മുടെ മൈജിയൊക്കെ പോലത്തെ തന്നെയുള്ളൊരു ബിസിനസ്സാണ് ഈ ആദിത്യ വിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവരുടെ നമ്മളിപ്പോൾ ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ചാർട്ടിൽ മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള പ്രൈസ് മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. സോ ഇത് ഏതൊരു സമയത്താണ് ഈ ഒരു മൂവ്മെൻറ്റ് വന്നിരിക്കുന്നതൊക്കെ നമ്മൾ നോക്കിയാൽ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്ന സമയത്ത് ഇതൊക്കെ നമ്മൾ തിരിച്ചാണ് നമ്മളെ ഒരു ഇൻവെസ്റ്റർ എന്നുള്ള രീതിയിൽ ഈ പറഞ്ഞ ചാർട്ടിലെ മൂവ്മെൻറ്റ് എല്ലാം കണ്ടതിന് ശേഷം പോയിട്ട് തിരിച്ചെല്ലാം നോക്കേണ്ടത്. ഇതിപ്പോൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളിങ്ങനെ നോക്കേണ്ടി വരുന്നത്. നമുക്ക് ഇതിന് മുമ്പോട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് കൃത്യമായിട്ട് അറിയേണ്ടത്. പക്ഷേ നമുക്ക് അതങ്ങനെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു കൺവിക്ഷൻ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാക്ക് ടെസ്റ്റ് ചെയ്ത് ഇതൊക്കെ കാണിച്ചു തരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസിലേക്ക് വരുന്ന സമയത്ത് അവരുടെ സെയിൽസ് ഗ്രോത്ത് നോക്കിയാൽ ഇപ്പം കോവിഡിനൊക്കെ മുമ്പ് നോക്കിയാൽ ഒരു ചെറിയ ബേസ് ഉണ്ടായിരുന്ന സമയത്ത്, അതായത് 180-200 കോടിയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് 40-34 ആ ഒരു രീതിയിലൊക്കെയായിരുന്നു അവരുടെ സെയിൽസ് ഗ്രോത്ത്. അതിന് ശേഷം 2018-19 ഒക്കെ ആവുന്ന സമയത്ത് 22-25% അവരുടെ ഒരു ഗ്രോത്ത് എത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ പറഞ്ഞ കോവിഡിൻ്റെ സമയത്ത് ഏകദേശം 41% ആ ഒരു അതിന് കോവിഡിന് തൊട്ട് മുമ്പായിട്ട് അവർക്ക് ഗ്രോത്ത് വന്നിരുന്നു. കോവിഡിൽ അവരെ അഫക്റ്റ് ചെയ്തിരുന്നു. അതിനുശേഷം സെയിൽസ് ഗ്രോത്ത് കാര്യങ്ങളൊക്കെ താഴേക്ക് പോയിരുന്നു. പിന്നീട് അവിടുന്ന് ഗ്രോത്ത് ചെറിയ രീതിയിൽ വരികയും 6% ഡീ ഗ്രോത്ത് വന്ന് അവിടുന്ന് 20% ഗ്രോത്ത് വന്നിട്ടുണ്ട്. പിന്നീട് അതിനുശേഷം 2021 മാർച്ച് 23 അതായത് FY23 അവർക്ക് നല്ലൊരു ഗ്രോത്ത് വന്നത്. 47%-ഓളം സെയിൽസ് ഗ്രോത്ത് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റിലും ഏകദേശം നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നുണ്ട്. നമ്മളിപ്പോൾ നമ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 82% ഗ്രോത്ത് പ്രോഫിറ്റിലും വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. അതിനുശേഷമുള്ള വർഷങ്ങൾ എടുത്ത് നോക്കിയാൽ 31% സെയിൽസ് ഗ്രോത്ത്, അത് കഴിഞ്ഞിട്ട് നോക്കിയാൽ ഏകദേശം 30% ഗ്രോത്ത്. ഇപ്പോൾ ഈ ഒരു വർഷം നോക്കിയാൽ ഏകദേശം 18%-ഓളമാണ് അവരുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അവിടെ നമ്മൾ അവരുടെ ചാർട്ട് എടുത്ത് നോക്കുമ്പോഴത്തെ FY23 അവർക്ക് നല്ല മൂവ്മെൻറ്റ് വന്നിരിക്കുന്നത്. ഇപ്പോൾ FY23 തുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇത് FY22 എൻഡാണ് ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്. അതായത് മാർച്ച് ആവുന്ന സമയത്താണ് FY22 തീരുന്നത്. അത് ആ ഒരു സമയത്ത് സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 80 രൂപ റേഞ്ചിൽ കിടന്നിരുന്ന സ്റ്റോക്കാണ്. അതിനുശേഷം ഈ പറഞ്ഞ രീതിയിലുള്ള മൂവ്മെൻറ്റ് കാര്യങ്ങൾ വരുന്ന സമയത്ത് അവിടെ നിന്ന് സ്റ്റോക്കിൻ്റെ പ്രൈസ് 80 രൂപ റേഞ്ചിൽ നിന്ന് സ്റ്റോക്ക് ഏകദേശം 140-150 രൂപ റേഞ്ചിലേക്ക് മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരും. അടുത്തൊരു 1 ഇയർ കൊണ്ട് തന്നെ ഇത് FY23 ആവുന്ന സിറ്റുവേഷൻ കൊണ്ട് തന്നെ ഏകദേശം 140-150 രൂപ റേഞ്ചിലേക്ക് സ്റ്റോക്കിൻ്റെ പ്രൈസിൽ മൂവ്മെൻറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് ഒരു 100% മൂവ്മെൻറ്റ് ഈ പറയുന്ന 1 ഇയറിൽ തന്നെ 20% ഗ്രോത്ത് ചെയ്യുന്ന 47%-ലേക്ക് അവരുടെ സെയിൽസ് ഗ്രോത്ത്
കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ആവുന്ന സിറ്റുവേഷനിൽ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഡബിൾ ആയതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. FY23 ഏകദേശം 47% ഗ്രോത്ത്. അതിനുശേഷം വരുന്ന ക്വാർട്ടർ ഇയർ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം 31% ഗ്രോത്ത്. അവിടെ നോക്കുമ്പോൾ നമുക്ക് 47 കുറഞ്ഞായിട്ട് തോന്നാം. പക്ഷേ എന്നാൽ ആ ഒരു ബിസിനസ്സിൽ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഏകദേശം ഒരു 20-25% മാർക്കറ്റ് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ 25% മുകളിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ തന്നെ നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ്. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നല്ല രീതിയിൽ അവർ 47-50% ഗ്രോത്ത് വന്നു എന്ന് പറഞ്ഞിട്ട് എല്ലാ വർഷവും നമുക്ക് ആ ഒരു രീതിയിലുള്ള ബേസിൽ നമുക്ക് ആ ഒരു ഹൈ ബേസിൽ നമുക്ക് ആ ഒരു രീതിയിലുള്ള ഗ്രോത്ത് നമുക്ക് എക്സ്പെക്ട് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇവിടെ നേരത്തെ അവർ ഈ ഒരു രീതിയിലൊക്കെ ഗ്രോ ചെയ്ത സമയത്ത് അവരുടെ റവന്യൂ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതായിരുന്നു. അത് ചെറിയ ബേസിൻ്റെ മുകളിലാണ്. ഇപ്പം നോക്കിയാൽ ഏകദേശം 1300 കോടിയോളം അവർക്ക് ആ ഒരു സമയത്ത് അവർക്ക് റവന്യൂ ആയിട്ടുണ്ട്. സോ അവിടെ ഒരു 50% ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 700 കോടി 650 കോടിക്ക് മുകളിലെങ്കിലും അവർക്ക് പുതിയതായിട്ട് ജനറേറ്റ് ചെയ്യേണ്ടി വരും. അതേസമയം ഇപ്പോൾ FY2016 നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർ ആ 180 കോടിയിൽ നിന്ന് അവർക്ക് 50% ഗ്രോത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 90 കോടിയും കൂടെ അവർ ആഡ് ചെയ്ത് അവർക്ക് 50% ഗ്രോത്ത് അവിടെ കൊണ്ടുവരാൻ പറ്റും. സെയിം ടൈമിൽ ഇവിടെ വേണമെങ്കിൽ അവർ ആ ഒരു 50% ഗ്രോത്ത് വരണമെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 650-700 കോടിയുടെയെങ്കിലും പുതിയ ബിസിനസ് അവർ കൊണ്ടുവരേണ്ടതായിട്ട് വരും. സോ അതുകൊണ്ട് തന്നെ ഹൈ ബേസ് ആകുന്നതിനനുസരിച്ചിട്ട് ഇവർക്ക് ഏത് കമ്പനികളാണെങ്കിൽ പോലും ഈ പറഞ്ഞ ഹൈ പേസിൽ ഗ്രോ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്യുന്ന ഒരു പെർഫോമൻസിന് മുകളിൽ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ കാര്യമാണ്. സോ ആ ഒരു വർഷം നോക്കുമ്പോൾ അവർ ഏകദേശം 31% അവർക്ക് ഗ്രോത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല FY25 അവർ 30% ഗ്രോ ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ ഒരു ഫൈനാൻഷ്യൽ ഇയറിൽ FY26 18% ഗ്രോത്ത് വന്നിരിക്കുന്നത്. അവിടെ അവരുടെ ഗ്രോത്ത് കുറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഈ PGLൻ്റെ കാര്യത്തിലാണെങ്കിലും PGLൊക്കെ ആണെങ്കിൽ AC മാനുഫാക്ചർ ചെയ്യുന്നു. അല്ലെങ്കിൽ ഇവരെന്ന് പറഞ്ഞാൽ ആ AC കാര്യങ്ങളൊക്കെ സെല്ല് ചെയ്യുകയാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെയൊക്കെ ആണെങ്കിലും സെയിൽസിനെ കാര്യങ്ങളൊക്കെ അഫക്റ്റ് ചെയ്തിരുന്നു. ആ AC യുടെ സെയിൽസ് കുറയാന്ന് പറഞ്ഞാൽ ഇവർക്കും സെയിൽസ് കാര്യങ്ങളൊക്കെ ഇവരെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇവരുടെ ഏകദേശം ആ ഒരു സമയത്ത് ഇവരുടെ സെയിൽസ് ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 5% കുറഞ്ഞു വരുന്നു. അതിന് മുമ്പത്തെ വർഷം നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടായിരുന്ന ഒരു ക്വാർട്ടറിന് 38% ഗ്രോത്ത് ഉണ്ടായിരുന്നു. ഏകദേശം 5-6% കുറഞ്ഞു പോയി. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രോഫിറ്റിലൊക്കെ അവർക്ക് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. കാരണം അവർക്ക് മാർജിൻസ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്നാൽ പോലും ചെറിയ രീതിയിലാണെങ്കിൽ പോലും പ്രോഫിറ്റിലൊക്കെ ഗ്രോത്ത് വരുത്താനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനടുത്ത ക്വാർട്ടറുകളൊക്കെ നോക്കിയാലും ഇവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഇവർക്ക് അത്യാവശ്യം മെയിൻറ്റെയിൻ ചെയ്യേണ്ടി ഇവരെ വളരെ മോശമായിട്ടുള്ള രീതിയിലേക്ക് അഫക്റ്റ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവരുടെ പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവർ ആ ഒരു സിറ്റുവേഷന് ശേഷവും സ്റ്റോക്കിൽ വലിയ രീതിയിലുള്ള താഴേക്ക് പോക്കൊന്നും വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. FY23 വരുന്ന സമയത്ത് നല്ല മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. FY24 അവർ ഏകദേശം മാനേജ്മെൻറ്റ് പറഞ്ഞതിനേക്കാൾ മുകളിൽ പെർഫോം ചെയ്തു. ആ ഒരു സിറ്റുവേഷൻ നോക്കുന്ന സമയത്ത് ഇവർ ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 80 രൂപ റേഞ്ചിൽ കിടന്ന സ്റ്റോക്ക് FY24 ഒക്കെ ആവുന്ന സമയത്ത് ഏകദേശം 350 രൂപയിലേക്ക് എത്തുകയും അതിനുശേഷം അവിടുന്ന് മുകളിലേക്ക് പോയിട്ട് 500 രൂപ റേഞ്ചിലേക്കൊക്കെ സ്റ്റോക്കിൻ്റെ മൂവ്മെൻറ്റ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നിട്ട് ഈ പറഞ്ഞ പോലെ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഒരുപാട് താഴേക്ക് പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ സ്റ്റോക്കിൻ്റെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കുറഞ്ഞെങ്കിലും ഈ ഒരു സെക്ടർ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു സെക്ടറിലുള്ള ബാക്കിയുള്ള സ്റ്റോക്കുകളെല്ലാം വളരെ മോശമായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനും അതിൽ പല സ്റ്റോക്കുകളിൽ ഈ പറഞ്ഞ രീതിയിൽ അവരുടെ പ്രോഫിറ്റൊക്കെ ഡീഗ്രോത്ത് കാര്യങ്ങളൊക്കെ വരും. പ്രോഫിറ്റൊക്കെ വളരെ രീതിയിൽ താഴേക്ക് പോയി അവരുടെയൊക്കെ നെഗറ്റീവ് കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ തുടങ്ങിയ സിറ്റുവേഷനിൽ പോലും ഇവർക്ക് പിടിച്ചു നിൽക്കാനും പറ്റിയിട്ടുണ്ട്. അതിന് ശേഷമുള്ള ക്വാർട്ടറുകളിലൊക്കെ ഇവർ ബാക്കിയുള്ളവരെ കഴിഞ്ഞൊക്കെ നല്ല രീതിയിൽ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ കാണിക്കാൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ വളരെ മോശമായിട്ടുള്ളൊരു സിറ്റുവേഷൻ ഇവിടെ വരാതിരുന്നിട്ടുള്ളത്. അപ്പോൾ ഈ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് പറ്റും. ഇത്രയും മാർക്കറ്റ് മോശമായിരുന്ന സിറ്റുവേഷനിൽ പോലും ഈ സ്റ്റോക്കിൻ്റെ നോർമലായിട്ടുള്ള പെർഫോമൻസിനൊക്കെ ഇനി താഴേക്ക് പോയെങ്കിൽ പോലും ആ ഒരു സെക്ടറിലെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ ഈ സ്റ്റോക്കിന് പെർഫോം ചെയ്യാൻ പറ്റുകൊണ്ട് തന്നെ ഇത്രയും മോശമായിട്ടുള്ള സിറ്റുവേഷനിൽ പോലും സ്റ്റോക്കിൽ അത്ര വലിയ ഇടിവ് കാര്യങ്ങളൊന്നും കാണിച്ചിട്ടില്ല എന്നുള്ള കാര്യം നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ആയ സമയത്ത് പ്രൈസിൽ നല്ല മൂവ്മെൻറ്റ് വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇനി നമുക്ക് മൂന്നാമതൊരു സ്റ്റോക്ക് കൂടെ നോക്കിക്കൊണ്ട് നമുക്ക് ഈ വീഡിയോ എൻഡ് ചെയ്യാം. മൂന്നാമത് നമുക്കൊരു FMCG കമ്പനി നോക്കാം. മിസസ് ബെക്ടർ നോക്കാം. മിസസ് ബെക്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ബ്രിട്ടാനിയുടെ ഒക്കെ ഒരു കോമ്പറ്റേറ്ററാണെന്ന് പറയാം. പക്ഷേ ബ്രിട്ടാനിയുടെ ഒന്നും അത്ര സൈസ് ഇല്ലാത്ത വളരെ ചെറിയൊരു കമ്പനിയാണ്. ഇപ്പോൾ തന്നെ നോക്കിയാൽ പോലും ഏകദേശം 6500 കോടി മാത്രമാണ് അവരുടെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത്. ഇവരുടെ P&L നോക്കുന്ന സമയത്ത് ഇവരുടെ ഗ്രോത്ത് വന്നൊരു സിറ്റുവേഷൻ നോക്കിയാൽ കോവിഡിൻ്റെ ഒക്കെ ഒരു സിറ്റുവേഷനിൽ അവർക്ക് 2% നെഗറ്റീവിലേക്ക് പോയിട്ട് 15-16 ആ ഒരു ശതമാനത്തിലേക്ക് അവരുടെ ഗ്രോത്ത് തിരിച്ചു വരികയും അവർക്ക് നല്ല നമ്മൾ നോക്കുമ്പോഴത്തേനും വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഗ്രോത്തിൽ ജമ്പ് വന്നിരിക്കുന്നത് FY23 37-38% അവർക്ക് ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പ്രോഫിറ്റിൽ അവർക്ക് ആ ഗ്രോത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. പ്രോഫിറ്റിൽ ഏകദേശം 58% ഗ്രോത്താണ് വന്നിരിക്കുന്നത്. അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കാര്യങ്ങളൊക്കെ സെയിൽസ് ഗ്രോത്ത് വരുന്ന സമയത്ത് തന്നെ പ്രോഫിറ്റിൽ അതിനേക്കാളും കൂടുതൽ ഗ്രോത്ത് വന്നിരിക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ അതിൻ്റെ അടുത്ത വർഷങ്ങളിലൊക്കെ നോക്കിയാലും 19% ഗ്രോത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം 15%, ഇപ്പം നോക്കുമ്പോൾ 9% അവരുടെ ഗ്രോത്ത് കുറഞ്ഞായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് മാർച്ച് 2023 ആ ഒരു സിറ്റുവേഷനിലേക്ക്, അതായത് 2022-2023 സമയത്ത് സ്റ്റോക്കിൽ വന്ന മൂവ്മെൻറ്റ് കാര്യങ്ങളാണ് നമുക്ക് നോക്കേണ്ടത്. അവിടെ നമ്മൾ ക്വാർട്ടറിൽ റിസൾട്ട് നോക്കുന്ന സമയത്തും മാർച്ച് 2023 അവർ ആ ഒരു ഫൈനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്തിരിക്കുന്നത് 37% ഗ്രോത്ത് കാണിച്ചുകൊണ്ടാണ്. ആ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ അവർക്കുണ്ടായിരുന്നതും ഏകദേശം 37% ഗ്രോത്താണ് അവർക്ക് ആ ഒരു ഫുൾ ഫൈനാൻഷ്യൽ ഇയറിൽ ഉണ്ടായിരുന്നത്. ആ ഒരു സമയം നോക്കിയാൽ ഇപ്പോൾ FY22 തൊട്ട് 23 വരെയുള്ള ഒരു സിറ്റുവേഷനാണ് നോക്കുന്നത്. FY23 ഒരു സമയമാണ്.
ഇവിടെ നോക്കിയാൽ 2022 എൻഡ് ചെയ്ത് 2022 മാർച്ച് നോക്കുമ്പോൾ ഏകദേശം 60 രൂപ റേഞ്ചിലായിരുന്നു അവർക്കുണ്ടായിരുന്നത്. FY22 ഏകദേശം 60 രൂപ റേഞ്ചിലുണ്ടായിരുന്ന സ്റ്റോക്ക്. അതിനുശേഷം FY23 എൻഡ് ചെയ്യുന്ന സമയത്ത് ഏകദേശം 37% ഗ്രോത്ത് വന്ന ഒരു സിറ്റുവേഷനിൽ ആ ഒരു റിസൾട്ട് വരുന്ന സമയമൊക്കെ ആയപ്പോഴത്തേന് 120 രൂപയ്ക്ക് മുകളിലേക്ക് അവരുടെ സ്റ്റോക്കിൽ പ്രൈസിൽ മൂവ്മെൻറ്റ് വന്ന് കാണാനായിട്ട് പറ്റും. ഏകദേശം 100% മൂവ്മെൻറ്റ് സ്റ്റോക്കിൽ വന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതിന് ശേഷമുള്ള വർഷം നോക്കിയാൽ നമ്മൾ മുമ്പേ നോക്കിയായിരുന്നു, അവിടെ ഏകദേശം 20% ഗ്രോത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾ നോക്കുമ്പോൾ 37% നിന്ന് ഈ പറഞ്ഞ പോലെ സെയിൽസ് ഗ്രോത്ത് കുറഞ്ഞായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തേക്കാം. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ കമൻട്രി എല്ലാ സമയത്തും ഈ പറഞ്ഞ ഹൈ ടീൻസ് എന്നുള്ള രീതിയിലായിരുന്നു ആ ഒരു സമയത്തെ ഗൈഡൻസ് കാര്യങ്ങൾ. ഹൈ ടീൻസ് എന്ന് പറഞ്ഞ ഒരു 15 മുകളിലായിട്ട് ഒരു 17, 18, 90% ഒക്കെ ഗൈഡൻസ് ആയിരുന്നു മാനേജ്മെൻറ്റ് സൈഡിൽ നിന്നുണ്ടായിരുന്നത്. സോ ആ ഒരു വർഷത്തിൽ ഇവർക്ക് ഈ ഒരു വർഷത്തിൽ FY23 നല്ല രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വന്നെങ്കിലും ഈ ഒരു വർഷം FY24 നോക്കിയാലും മാനേജ്മെൻറ്റ് ഗൈഡ് ചെയ്തിരുന്നതിന് മുകളിൽ തന്നെ അവർക്ക് പെർഫോം ചെയ്യാനായിട്ട് കാര്യങ്ങളൊക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അവരുടെ പ്രോഫിറ്റിൽ നോക്കിയാലും പ്രോഫിറ്റിൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ ഓപ്പറേറ്റിംഗ് ലിവറേജ് വരുന്ന കാണാൻ പറ്റും. അപ്പോൾ 20% സെയിൽസ് ഗ്രോത്ത് വന്നപ്പോഴത്തേന് ഏകദേശം 56% പ്രോഫിറ്റിൽ ഗ്രോത്ത് വന്നതായിട്ട് കാണാനായിട്ട് പറ്റും. ആ ഒരു രീതി തന്നെ അടുത്ത വർഷത്തേക്ക് വരുന്ന സമയത്ത് ഇവിടെ 15% സെയിൽസ് ഗ്രോത്തും പ്രോഫിറ്റിൽ അവർക്ക് ആ ഒരു രീതിയിലുള്ള ഗ്രോത്തും വന്നിട്ടില്ല FY25 ആവുന്ന സമയത്ത്. സോ അതിനൊക്കെ അനുസരിച്ചിട്ട് സ്റ്റോക്ക് പ്രൈസിൽ വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റും. FY23 ആയ സമയത്ത് അവർക്ക് ഏകദേശം സ്റ്റോക്ക് പ്രൈസ് ഡബിൾ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ FY24 ആവുന്ന സമയത്ത് അവിടെ അവർക്ക് ഓപ്പറേറ്റിംഗ് ലിവറേജ് കിട്ടിയിരുന്നു. ആ ഒരു സമയമാവുന്ന സമയത്ത് ഏകദേശം 200 മുകളിലേക്ക് 200-250 രൂപയിലേക്ക് സ്റ്റോക്ക് പ്രൈസ് കാര്യങ്ങളൊക്കെ മൂവ് ചെയ്തായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതിന് മുമ്പ് തന്നെ ആ ഒരു മൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം 250 രൂപ റേഞ്ചിലേക്ക് 60 രൂപ 70 രൂപയിൽ കിടന്ന സ്റ്റോക്ക് ആ ഒരു രീതിയിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു 4 ഇരട്ടിയോളം ആയിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത്. അതിനുശേഷം സ്റ്റോക്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ FY25 നമ്മൾ പറഞ്ഞ പോലെ സ്റ്റോക്കിന് ആ ഒരു പെർഫോമൻസ് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. FY25 ആവുന്ന സിറ്റുവേഷനിൽ അവരുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ 15% കുറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഹൈ ടീൻസ് പറഞ്ഞിരുന്നത്, അതായത് 17, 18, 19 ഒക്കെ പറഞ്ഞിരുന്ന സ്റ്റോക്കിൻ്റെ പെർഫോമൻസ് താഴേക്ക് പോയി മാനേജ്മെൻറ്റ് കമൻറ്റ് അതിനനുസരിച്ച് കുറയ്ക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. മാനേജ്മെൻറ്റ് ഹൈ ടീൻസ് പറഞ്ഞിരുന്നത് അവർ മിഡ് ടു ഹൈ ടീൻസ് പറയാൻ തുടങ്ങി, മിഡ് ടീൻസ് പറയാൻ തുടങ്ങി. സോ അവിടുന്ന് അവർ മിഡ് ടീൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന മിഡ് ടീൻസ് എന്ന് പറഞ്ഞാൽ അറൗണ്ട് 14-16% ഒക്കെയാണ്. ആ ഒരു സമയത്ത് അവരുടെ ഗ്രോത്ത് വീണ്ടും 9% താഴേക്ക് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഇപ്പോൾ സ്റ്റോക്ക് പ്രൈസ് ഹൈ ക്രിയേറ്റ് ചെയ്തൊരു സിറ്റുവേഷൻ നോക്കിയാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് ഏറ്റവും മുകളിലേക്ക് പോയൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഈ ഒരു സമയത്താണ് 2024 സെപ്റ്റംബർ സമയത്താണ്. 2024 സെപ്റ്റംബർ എന്ന് പറയുന്നത് Q2 ആണ്. FY25 Q2 ആണ്. അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ FY25 Q2 എന്ന് പറയുമ്പോൾ ഇതാണ് സിറ്റുവേഷൻ. അതായത് 2024 സെപ്റ്റംബറിൽ അവിടെ ഏകദേശം 20% അവർക്ക് സെയിൽസ് ഗ്രോത്ത് വരുന്നുണ്ടെങ്കിലും അവരുടെ ഗ്രോത്ത് കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. കാരണം പ്രോഫിറ്റിലൊന്നും ആ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വന്നിട്ടില്ല. അപ്പോൾ Q2 റിസൾട്ട് വരുന്ന ഒരു സിറ്റുവേഷൻ ആയ സമയത്ത് തന്നെ പെർഫോമൻസ് വീക്കായി തുടങ്ങുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതായത് മുമ്പത്തെ ജൂൺ ക്വാർട്ടർ നോക്കിക്കഴിഞ്ഞാൽ അവിടെ അവർക്ക് സെയിൽസ് ഗ്രോത്ത് വന്നിട്ടുണ്ട്, പക്ഷേ പ്രോഫിറ്റിൽ ആ രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വന്നിട്ടില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്ന അതേ പ്രോഫിറ്റ് 35 കോടിയായിരുന്നു കഴിഞ്ഞ ജൂണിലുണ്ടായിരുന്നത്. അതേ പ്രോഫിറ്റ് തന്നെയാണ് അവർക്ക് ആ ഒരു അടുത്ത Q1 മേക്ക് ചെയ്യാൻ പറ്റിയത്. അതിനടുത്ത സെപ്റ്റംബറിലേക്ക് വരുന്ന സമയത്ത് അവിടെയും ഇവർക്ക് സെയിൽസ് ഗ്രോത്ത് വരുന്നുണ്ട്, പക്ഷേ പ്രോഫിറ്റിൽ ഈ പറയുന്ന രീതിയിലുള്ള ഗ്രോത്ത് കാര്യങ്ങൾ വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റില്ല. സോ ആ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞപ്പോൾ, അതായത് ഈ സ്റ്റോക്ക് ഈ ഒരു സമയത്തെ കാര്യമാണ് പറയുന്നത്, ഈ ഒരു Q2 റിസൾട്ട് വരുന്ന സമയത്ത് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് താഴേക്ക് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. Q3 ആവുന്ന സിറ്റുവേഷൻ വരുന്ന സമയത്ത് അതിനേക്കഴിഞ്ഞ് മോശമായിട്ടുള്ള റിസൾട്ടാണ് കമ്പനി പോസ്റ്റ് ചെയ്ത് തുടങ്ങി. കാരണം 18-19% ഗ്രോ ചെയ്തുകൊണ്ടിരുന്ന സ്റ്റോക്ക് 14% ഗ്രോത്ത് കുറയുകയും അതുപോലെ തന്നെ പ്രോഫിറ്റിൽ നോക്കിയാൽ പ്രോഫിറ്റിൽ ഈ പറയുന്ന പോലെ ഗ്രോത്ത് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു സിറ്റുവേഷനിലേക്ക് വരികയും അവിടെ നിന്ന് അങ്ങോട്ട് നോക്കിയാൽ ഈ പറഞ്ഞ പോലെ സെയിൽസ് ഗ്രോത്ത് എല്ലാം വളരെ നല്ല രീതിയിൽ താഴേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 18-19% ഗ്രോ ചെയ്തിട്ടുള്ള കമ്പനി, ആ ഒരു രീതിയിൽ ഗൈഡ് ചെയ്തുകൊണ്ടിരുന്ന കമ്പനി അവരുടെ ഗൈഡൻസ് കാര്യങ്ങൾ കുറച്ചു. പക്ഷേ അവർ കുറച്ച ഗൈഡൻസിനെ കഴിഞ്ഞൊക്കെ താഴേക്ക് അവരുടെ പെർഫോമൻസ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അത്രയും രീതിയിൽ മോശമായിട്ട് പെർഫോമൻസ് വന്നൊരു സിറ്റുവേഷനിൽ നോക്കിയാൽ സ്റ്റോക്കിൻ്റെ പ്രൈസ് അതിന് മുമ്പ് ക്രിയേറ്റ് ചെയ്ത നന്നായിട്ട് പെർഫോം ചെയ്തുകൊണ്ടിരുന്ന സിറ്റുവേഷനിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരുന്ന Q1 വരെ അത്യാവശ്യം കുഴപ്പമില്ലാതെ പെർഫോം ചെയ്തിരുന്നു. Q2 റിസൾട്ട് വരുന്ന സമയമായപ്പോൾ തന്നെ സ്റ്റോക്ക് ഹൈ ക്രിയേറ്റ് ചെയ്ത് താഴേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ട്. Q2 റിസൾട്ട് വന്ന സമയത്ത് തന്നെ സ്റ്റോക്കിൻ്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ താഴേക്ക് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു ഹൈയിലേക്ക് പിന്നീട് സ്റ്റോക്ക് പ്രൈസ് മൂവ് ചെയ്തിട്ടേ ഇല്ല. കാരണം അവരുടെ പെർഫോമൻസ് അവിടുന്ന് വീക്ക് ആവുകയാണ് ചെയ്തിട്ടുള്ളത്. 400 രൂപ റേഞ്ചിലുണ്ടായിരുന്ന സ്റ്റോക്ക് 200 രൂപയ്ക്കും താഴേക്ക്, അതായത് 50% താഴേക്ക് തന്നെ പ്രൈസിൽ മൂവ്മെൻറ്റ് കാര്യങ്ങൾ വന്നായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഒരുപാട് ബിസിനസ്സുകൾ കാണാനായിട്ട് പറ്റും. നിങ്ങൾ ഈ സ്റ്റോക്കുകളുടെ ഗ്രോത്തിനെ ഇതിനെ തമ്മിലൊന്ന് കോറിലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്റ്റോക്കുകൾ നിങ്ങൾക്ക് ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കുക. അങ്ങനെ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറേ എക്സാമ്പിൾസ് കിട്ടുകയും നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ കുറച്ചുകൂടെ കോൺഫിഡൻസ് കാര്യങ്ങൾ വരികയും അതിനുശേഷം നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള കാര്യമാണ് ചെയ്യാനായിട്ടുള്ളത്. സ്റ്റോക്കുകളുടെ ഗ്രോത്ത്, അതല്ലെങ്കിൽ സ്റ്റോക്കുകളെ ട്രാക്ക് ചെയ്യുന്ന കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. അതല്ലാതെ നമുക്ക് ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയിട്ട് കിട്ടില്ല. നമ്മൾ അതിനുവേണ്ടി കുറേ സമയം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു ക്വാർട്ടർ അല്ലെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യുമ്പോഴത്തേനാണ് നമുക്ക് കൃത്യമായിട്ട് ആ ഒരു സ്റ്റോക്കിനെ പറ്റിയിട്ട് ധാരണ കിട്ടുക. അല്ലെങ്കിൽ നമുക്ക് അത് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു നല്ല രീതിയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ട്രാക്ക് ചെയ്യുന്നതും ഗ്രോത്ത് നോക്കി ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് പറയുന്നതാണ് അതിൻ്റെ റൈറ്റ് ആയിട്ടുള്ള ഒരു വേ എന്നുള്ള കാര്യം നമുക്ക് അന്നേരം മനസ്സിലാവുള്ളൂ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യുക എന്നുള്ള കാര്യമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ടുള്ളത്. നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണാം.